നമസ്കാരം. അമേരിക്കൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല തങ്ങളുടെ ഇക്കാലമത്രയുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി മറ്റൊരു വഴിയെ തിരഞ്ഞെടുക്കുകയാണ്. ഇതുവരെയും ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിന് മാത്രം പ്രാധാന്യം നൽകി വന്നിരുന്ന ഈ കമ്പനി ഇതാ ഓട്ടോണമസ് വാഹനങ്ങളുടെ നിർമ്മാണ പാതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ സൈബർ ക്യാബ് പ്രൊജക്ടിന്റെ ഭാഗമായി ഡ്രൈവറുടെ ആവശ്യമില്ലാതെ പ്രവർത്തിപ്പിക്കാനാകുന്ന വാഹനം യാഥാർത്ഥ്യമാക്കുന്നതിനായി ടെക്സസിലെ ഓസ്റ്റിൻ കേന്ദ്രീകരിച്ച് ഓട്ടോണമസ് വാഹനങ്ങളുടെ പൈലറ്റ് പ്രൊജക്ടിലാണ് ഈ കമ്പനി ഇപ്പോൾ ശ്രദ്ധയൂന്നുന്നത്. ഇതുകൂടാതെ റോബോ ടാക്സികൾ, ഫുൾ സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾസ് എന്നിവയും ഈ കമ്പനി ലക്ഷ്യം വെച്ചിരിക്കുന്ന ഭാവി പദ്ധതികളാണ്. അവയ്ക്കൊപ്പം ടെസ്ല AI, എനർജി സ്റ്റോറേജ്, ഹൈപ്പർലൂപ്പ് എന്നിവയും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇലക്ട്രിക് കാർ നിർമ്മാതാക്കൾ എന്ന ലേബലിൽ നിന്നും ഈ കമ്പനി ടെക് മൊബിലിറ്റി ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. വാഹന നിർമ്മാണ രംഗത്ത് വിവിധ മേഖലകളിൽ നിന്നും കമ്പനികളിൽ നിന്നുമുള്ള നൂതന ആശയങ്ങളുമായും എഞ്ചിനീയർമാരുമായുള്ള കടും മത്സരത്തിൽ തങ്ങളുടെ ആധിപത്യം നിലനിർത്താനുള്ള ടെസ്ലയുടെ പുതിയ തന്ത്രമാണ് ഓട്ടോണമസ് സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള വാഹനങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഈ ചുവടുമാറ്റം. എന്നിരുന്നാലും ടെസ്ലയ്ക്ക് അവരുടെ ഇലക്ട്രിക് ഐഡന്റിറ്റി പൂർണ്ണമായും ഉപേക്ഷിക്കാനും നിലവിൽ പദ്ധതിയില്ല. ആഗോളതലത്തിൽ ഓൾട്ടർനേറ്റീവ് എഞ്ചിൻ സൊല്യൂഷനുകളുടെ കാര്യത്തിൽ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയെ വെല്ലാൻ മറ്റൊരു കമ്പനിക്കും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഇലക്ട്രിക് വാഹന വ്യവസായത്തിൽ ടെസ്ലയെ പോലെ മറ്റാരും ആധിപത്യം സ്ഥാപിച്ചിട്ടില്ല. 2008 ടെസ്ല തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് കാറായ റോഡ്സ്റ്റർ പുറത്തിറക്കിയതോടെയാണ് ഈ കമ്പനി വാഹന നിർമ്മാണ വ്യവസായ രംഗത്ത് പുതുവിപ്ലവമായി മാറിയത്. അതിനു പിന്നാലെ ടെസ്ല മോഡൽ S, X, Y എന്നീ ജനപ്രിയ മോഡലുകൾ പുറത്തിറക്കി വിജയം ആവർത്തിച്ചു. അതിനിടയിലാണ് വാഹന വ്യവസായ രംഗത്ത് ശക്തരായ എതിരാളികൾ ഉദയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പുതിയ ആശയങ്ങളിലേക്കും സാങ്കേതികതയിലേക്കും മാറ്റി ചവിട്ടുക എന്നത് ടെസ്ലയെ സംബന്ധിച്ച് അനിവാര്യമായി മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ലുസിഡ് മോട്ടോഴ്സ്, റിവിയൻ, BYD, നിയോ പോലുള്ള ബ്രാൻഡുകൾ ആഗോള വിപണിയിൽ പുതുപതിപ്പുകളും സാങ്കേതിക വിദ്യകളും കൊണ്ട് കടന്നുവരികയാണ്. അതിനാൽ ടെസ്ലയും നൂതന ആശയത്തിലധിഷ്ഠിതമായി തങ്ങളുടെ പാത വികസിപ്പിക്കുകയാണ്. ടെസ്ല ഓട്ടോണമസ് ഡ്രൈവിംഗ് വെഹിക്കിൾ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായുള്ള യാത്ര തുടരുമ്പോൾ മറ്റ് ഓട്ടോമൊബൈൽ കമ്പനികളും ഡെവലപ്പർമാരും ഇലക്ട്രിക് എഞ്ചിന് പുറത്തുള്ള വ്യത്യസ്ത ബദൽ എഞ്ചിൻ പരിഹാരങ്ങൾ പരീക്ഷിച്ചു വരികയാണ്. ഓസ്ട്രിയൻ കമ്പനിയായ ഒബ്രിസ്റ്റ് ടെസ്ലയുടെ മോഡൽ Yയിൽ നിന്ന് ഒരു പ്രോട്ടോടൈപ്പ് മോഡൽ വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. അതിനായി അവർ മെഥനോളിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യയാണ് സ്വീകരിച്ചത്. പാസഞ്ചർ വാഹന ലോകത്ത് ആന്തരിക ജ്വലന എഞ്ചിൻ ഒഴിവാക്കുന്നതിനുള്ള കൂടുതൽ പരിഹാരങ്ങൾ നൽകുന്നതിനായി ഈ കമ്പനി സ്വന്തം സിന്തറ്റിക് മെഥനോൾ ഇന്ധനവും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്യൂവൽ എന്നാണ് ഈ ഇന്ധനത്തിന് കമ്പനി പേര് നൽകിയിരിക്കുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ എന്നേക്കുമായി ഇല്ലാതാക്കാൻ മനുഷ്യരാശിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും കാര്യക്ഷമമായ ഊർജ്ജവാഹക ഇന്ധനമാണ് ഫ്യൂവൽ എന്നാണ് ഒബ്രിസ്റ്റ് കമ്പനി വിവരിക്കുന്നത്. ഒബ്രിസ്റ്റ് പോലുള്ള കമ്പനികളിൽ നിന്നുള്ള പ്രത്യേക വികസനങ്ങൾക്കും പ്രോട്ടോടൈപ്പുകൾക്കും പുറമെ പ്രമുഖ ഓട്ടോമൊബൈൽ ഡെവലപ്പർമാർ ബദൽ എഞ്ചിൻ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടരുകയാണ്. ഈ വർഷമാദ്യം ഹൈഡ്രജൻ ഇന്ധന സെല്ലിനെ കുറിച്ചുള്ള ദീർഘകാല തന്ത്രം ടൊയോട്ട അവതരിപ്പിക്കുകയുണ്ടായി. ഹൈഡ്രജൻ ഇന്ധന കണക്ഷനുകളുടെയും പ്രോട്ടോകോളുകളുടെയും മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുന്നതിന് പരമ്പരാഗതമായി ഞങ്ങളുടെ എതിരാളികളായിരുന്ന കമ്പനികളുമായി ഞങ്ങൾ സഹകരിക്കാൻ പോവുകയാണ്. ഒരു വ്യവസായ മാനദണ്ഡം ഞങ്ങളുടെ സ്വന്തം മത്സര നേട്ടത്തെക്കാൾ വലിയ നേട്ടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത്തരമൊരു സഹകരണത്തിന് ഊന്നൽ നൽകുന്നത്. ടൊയോട്ടയുടെ അഡ്വാൻസ്ഡ് മൊബിലിറ്റി ചീഫ് എഞ്ചിനീയർ ജെയ് സാക്കറ്റ് പറയുകയുണ്ടായി. ഇത്തരത്തിൽ ടൊയോട്ട ഹൈഡ്രജൻ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഈ സാങ്കേതിക വിദ്യ ഗതാഗത ലോകത്തിന് വാഗ്ദാനം ചെയ്തേക്കാവുന്ന സാധ്യതകൾ കണക്കിലെടുത്ത് മറ്റ് ഓട്ടോമൊബൈൽ ഡെവലപ്പർമാരും അവരുടെ പാത പിന്തുടരുകയാണ്. 2028 ഒരു ഹൈഡ്രജൻ പവർ BMW നിരത്തിലിറക്കുന്നത് കാണുന്നതിനായി ഒരുമിച്ച് സഹകരിക്കുമെന്ന് ജർമ്മൻ ഓട്ടോമൊബൈൽ ഡെവലപ്പർ BMW അടുത്തിടെ ടൊയോട്ടയുമായി ഒരു സംയുക്ത പ്രസ്താവനയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇങ്ങനെയെല്ലാം ആഗോള വാഹന വ്യവസായ രംഗത്ത് പുതുചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുവരെയും ഇലക്ട്രിക് വാഹന നിർമ്മാതാവ് എന്ന തലക്കെട്ടിൽ ഒതുങ്ങിയിരുന്ന ടെസ്ലയെ ഇനിയങ്ങോട്ട് ടെക് അധിഷ്ഠിത മൊബിലിറ്റി സൊല്യൂഷൻ ബ്രാൻഡായി രൂപപ്പെടുത്തുക എന്നതാണ് കമ്പനിയുടെ അമരക്കാരനായ ഇലോൺ മസ്ക് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ടെസ്ലയുടെ പുതിയ നീക്കങ്ങളിലൂടെ ആ ബ്രാൻഡിങ്ങിന് മാത്രമല്ല മാറ്റം വരിക, ആഗോള വാഹന വിപണി മൊത്തത്തിൽ മാറിമറിയുവാൻ പോവുകയാണ്.
വാർത്തയുടെ നിറം തേടി തനി നിറം.